ശതകോടീശ്വരന്മാരുടെ കയ്യിലെ കളിപ്പാവയാണ് പ്രധാനമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അദാനി, അംബാനി തുടങ്ങിയ വ്യവസായികൾക്ക് രാജ്യത്തിന്റെ സമ്പത്ത് കൈമാറാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. കോൺഗ്രസിന് നരേന്ദ്രമോദിയെയോ മൻ കി ബാത്തിനെയോ ഭയമില്ല എന്നും രാഹുൽ ഗാന്ധി തുറന്നടിക്കുന്നുണ്ട്. ജാർഖണ്ഡിലെ ഗൊഡായിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം. ഇന്ത്യൻ ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. ഇന്ത്യ സഖ്യം ഭരണഘടന സംരക്ഷിക്കാൻ പോരാടുകയാണ്, എന്നാൽ BJPയും RSSും അത് തകർക്കാൻ ശ്രമിക്കുകയാണ്, രാഹുൽ ഗാന്ധി വിമർശിച്ചു. ജാർഖണ്ഡിലെ ഗൊഡ്ഡായിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു വിമർശനം. പ്രധാനമന്ത്രി മോദി ഭരണഘടനയുടെ പുസ്തകം വായിച്ചിരുന്നുവെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒരു മതത്തിനെതിരെ മറ്റൊരു മതം പോരാടുന്നതിനെക്കുറിച്ചും സംസാരിക്കില്ലായിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു. കോടീശ്വരന്മാർക്ക് വേണ്ടിയാണ് മോദി പ്രവർത്തിക്കുന്നതെന്നും ശതകോടീശ്വരന്മാരുടെ കയ്യിലെ കളിപ്പാവയാണ് മോദിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. അദാനി, അംബാനി തുടങ്ങിയ വ്യവസായികൾക്ക് രാജ്യത്തിന്റെ സമ്പത്ത് കൈമാറാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. മുംബൈയിലെ ധാരാവി ഭൂമി അദാനിക്ക് നൽകാൻ BJPയും മോദിയും ശ്രമിക്കുന്നു. അദാനിയെ സഹായിക്കാനാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ചത്. കോൺഗ്രസിന് നരേന്ദ്രമോദിയെയോ മൻ കി ബാത്തിനെയോ ഭയമില്ലെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ലോക്സഭയിൽ ജാതി സെൻസസ് നിയമം കൊണ്ടുവരുമെന്നും 50% സംവരണത്തിന്റെ വേലിക്കെട്ട് പൊളിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ജാർഖണ്ഡിൽ ദളിത് വിഭാഗങ്ങൾക്ക് 26 മുതൽ 28% വരെയും ആദിവാസി വിഭാഗങ്ങൾക്ക് 10 മുതൽ 12% വരെയും പിന്നാക്ക വിഭാഗങ്ങൾക്ക് 14 മുതൽ 27% വരെയും സംവരണം വർദ്ധിപ്പിക്കുമെന്നും രാഹുൽ വാഗ്ദാനം ചെയ്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.